ഓരോ ദിവസവും പറയുന്ന നുണകൾ മിനിറ്റുകൾക്കുള്ളിൽ പൊളിഞ്ഞ് എയറിൽ പോയാലും നുണ പറച്ചിൽ നിർത്താൻ സതീശനോ മനോരമക്കോ ഒരു പരിപാടിയുമില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് എത്തിയത് സർക്കാർ വെറുതെ കള്ളക്കണക്കുണ്ടാക്കി പറഞ്ഞതാണ് എന്നായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രിയിൽ നിന്നും കേരളം അവാർഡ് ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളോടെ അത് പൊളിച്ചു കൊടുത്തപ്പോൾ അടുത്തത് വന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിപാടിയൊക്കെ ലോകബാങ്ക് 2021 തന്നെ അവസാനിപ്പിച്ചതാണ് എന്നായി. അപ്പോൾ ലോകബാങ്ക് അവരുടെ ഈസ് ഓഫ് ഡൂയിങ് സർവേ നിർത്തിയതിന് നമ്മളോട് ചൂടായിട്ടെന്താ സതീശ? കേരളം സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡിനെ കുറിച്ചാണ്. ഈ കണക്കെല്ലാം വിസ്തരിച്ച് പി രാജീവിൻ്റെ ഒരു അടാറ് പത്രസമ്മേളനം കൂടി ആയതോടെ എയറും കടന്ന് ശൂന്യാകാശത്തേക്ക് ഉയർന്നു സതീശൻ. അങ്ങനെ സ്പേസ് വാക്ക് നടത്തുന്ന സതീശനെ എങ്ങനെയെങ്കിലും ഒന്ന് നിലത്തിറക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ മനോരമ നടത്തുന്നത്. സ്റ്റാർട്ടിംഗ് ട്രബിളും സ്റ്റാർട്ടപ്പായി എന്നാണ് ഹെഡിങ്ങിൽ മനോരമയുടെ പരിഹാസം. പിന്നെ പറയുന്നു, കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുന്നിലെത്തിയ 9 എണ്ണത്തിൽ 7 എണ്ണവും വ്യവസായവുമായി നേരിട്ട് ബന്ധമില്ലാത്തവയാണെന്ന്. ഇതിലേതാണ് വ്യവസായവുമായി ബന്ധമില്ലാത്തത്? ലൈസൻസ് കിട്ടുന്ന ഏകജാല സംവിധാനമാണോ? പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് ആണോ? റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് ആണോ? മറ്റു ലൈസൻസുകളാണോ? ഗതാഗതം, ലോജിസ്റ്റിക്സ് സംവിധാനം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ഇവ ഏതെങ്കിലുമാണോ? പൊതുവിതരണ സംവിധാനം. യഥാർത്ഥത്തിൽ മികച്ച പൊതുവിതരണ സംവിധാനം എന്നത് എല്ലാവർക്കും ആവശ്യത്തിന് ആഹാരം ലഭിക്കുന്നു എന്നത് കണക്കാക്കുന്ന മാനദണ്ഡമാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എവിടെയും വ്യവസായം തുടങ്ങാൻ അനുമതി നൽകുന്നത് വ്യവസായ വകുപ്പല്ല, മറ്റു പല വകുപ്പുകളും ചേർന്നാണ്. ആ ലൈസൻസിൻ്റെ കാര്യങ്ങളാണ് പൗരകേന്ദ്രീകൃതം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തത്. അതുപോലും മനസ്സിലാക്കാതെ പ്രതിപക്ഷ നേതാവിനെ വെളുപ്പിക്കാനും കേരളത്തിൻ്റെ നേട്ടം തെറ്റാണെന്ന് വരുത്തി തീർക്കാനും നാണമില്ലേ നിങ്ങൾക്ക് മനോരമ?